हाय बोलना। हाय गुड मॉर्निंग दोस्तों। ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഫൈനലി കസോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ബസ് ഇറങ്ങിയേ ഉള്ളൂ. നമ്മള് ഇതാ മൗണ്ടൻസ് ഒക്കെ കാണാനുണ്ട്. ഇപ്പൊ തന്നെ തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നപ്പോ തന്നെ ഗ്ലൗസും ക്യാപ്പെല്ലാം എടുത്തിട്ടു. എന്നെ കൊണ്ട് തണുപ്പ് അധികം സഹിക്കാനാവില്ല. അപ്പൊ ഇതാണ് നമ്മുടെ, നിങ്ങൾ കസോള് വരികയാണെങ്കിൽ ഡൽഹിന്ന് എടുക്കുമ്പോൾ വോൾവോ ബസ് പാർക്കിംഗ് നിയർ മലബാർ ഹോട്ടലിലാണ് എടുക്കേണ്ടത്. ഇതാണ് മലബാർ ഹോട്ടൽ. അപ്പോ ഇവിടെയാണ് നിങ്ങളെ ഇറക്കി തരിക. ഇവിടുന്ന് കസോൾ മാർക്കറ്റിലേക്ക് ആകെ 300-400 മീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ നടക്കാനാണ് എൻ്റെ പ്ലാൻ. എൻ്റെ ബാഗൊക്കെ അവിടെ ഒരു ചായക്കടയിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും നടന്നു തുടങ്ങട്ടെ. ഗായ്സ്, അപ്പോൾ നമ്മൾ നടക്കാണ്. കുറച്ച് മലയാളി ഗ്യാങ്ങിനെ കിട്ടിയിട്ടുണ്ട് നടക്കാൻ. ഗായ്സ്, അപ്പൊ നമ്മള് മണികരയിലേക്ക് പോവാണ്. ഒരു ഷെയർ ടാക്സി പിടിച്ചിട്ട്. അവിടെ നമ്മുടെ കൂടെ ഗായ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് ഗുരുദ്വാര, മണികരൻ ഗുരുദ്വാര ഓഫ് കസോൾ. ഇതാണ് നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ കാണുന്ന ഹോട്ട് സ്പ്രിംഗ്. ഇതാണ് മണികരൻ ഹോട്ട് സ്പ്രിംഗ്. ഗൈസ്, മൊത്തം കൺഫ്യൂഷനാണ്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റി. ഞാനാണെങ്കിൽ ഈ ട്രക്കിൻ്റെ ഡേറ്റും ഹോസ്റ്റലിൻ്റെ ഡേറ്റും സെയിം ഡേറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ എനിക്കിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ hostel.co എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവരെ വിളിച്ച് ഡയറക്റ്റായിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ ഈ ഓൾട്ടിറ്റ്യൂഡിൽ നടക്കുമ്പോഴേ ഇത്തിരി സ്ഥലമാണെങ്കിലും വല്ലാതെ ക്ഷീണിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ട്രാവൽ ചെയ്ത് വന്നതിൻ്റെയും. അപ്പം ഞാനിപ്പം ബാഗ്സ് അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മണികരനിൽ പോയി ഫുഡെല്ലാം കഴിച്ചു. അവിടെ 24 മണിക്കൂർ ഫുഡുണ്ട്. നിങ്ങൾ എപ്പോൾ ചെന്നാലും നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അവിടെ നിന്ന്. അപ്പോൾ ഇതാട്ടോ വ്യൂ ഉള്ള ഇവിടുന്ന്. അപ്പോൾ ഞാൻ ഈ ഹോസ്റ്റലിലൂടെ പോയിട്ട് ആ ബാഗെല്ലാം എടുത്ത് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് വീണ്ടും ട്രക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വഴിയിൽ നിന്ന് പരിചയപ്പെട്ട എൻ്റെ മലയാളി ഫ്രണ്ട്സ് അവരോട് അവിടെ കുറച്ച് ഫ്രണ്ട്സിലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ സെയിം ട്രക്കാണ്. ഇവിടുന്ന് 2 ആൾക്കാരാ. ഇവിടെ എല്ലാവരും ഭയങ്കര കൈൻഡാണ്. ആരെയും വിശ്വസിക്കരുത്, സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് ഇറങ്ങുന്നതാണ്. പക്ഷേ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാം എൻ്റെ ഇൻറ്റ്യൂഷനും ഗട്ട്സൊക്കെ ട്രസ്റ്റ് ചെയ്ത് ചെയ്യാണ്. അയ്യോ വയ്യ. ഇതെവിടെയാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത്? നൊമാഡ്സ് ഹോസ്റ്റൽ. ബസ്സെല്ലാം മാറ്റി ഈ ബാഗ് എടുത്ത് ട്രക്കിങ്ങിന് പോകണമെന്ന് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഇന്നാണ് പോകണമെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഡേറ്റ് മാറിപ്പോയി. അപ്പോൾ പിന്നെ ഇന്ന് പോയേ പറ്റുള്ളൂ. ജാക്കറ്റൊക്കെ ഉണ്ട്. പോയിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ട്രക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവാണ് ഗൈസ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചത്. ഇവിടുന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. കിതയ്ക്കുന്ന വേറൊന്നുണ്ടല്ല, ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ കുറച്ച് നടന്നാൽ തന്നെ ഭയങ്കരമായിട്ട് കിതയ്ക്കും. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഫ്രഷായിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രഷ് ആവുന്നത് ഞാൻ ക്യാമ്പിംഗ് ഹിമാലയാസിലൂടെയാണ് പോകുന്നത്. ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഈ ബാഗാണ് ഞാൻ ട്രക്കിന് എടുക്കുന്നത്. ആവശ്യമില്ലാത്ത കഴിക്കുന്ന സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങോട്ട് മാറ്റി. കാരണം 50 കിലോമീറ്റേഴ്സ്, അറൗണ്ട് 50 കിലോമീറ്റേഴ്സ് നമുക്ക് ട്രക്ക് ചെയ്യണം 5 ദിവസം കൊണ്ട്. അപ്പോൾ ഇപ്പം തന്നെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അധികം വെയിറ്റ് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഈ ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മൾ ട്രക്ക് ഗൈഡ് വന്നിട്ട് ബിപിൻ ചേട്ടനാണ്. പക്ഷെ ബിപിൻ ചേട്ടൻ പറഞ്ഞ് എന്താ വെച്ചാൽ ഇവിടെ 3 ദിവസമായിട്ട് കറണ്ടില്ല. ഇവിടെ കറണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മുകളിലോട്ട് ഇനി പോകുമ്പോൾ ഗ്രഹൻ വില്ലേജിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസമുള്ള ക്യാമ്പിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, റേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ആകെ ഉള്ളത് ഒരു പവർ ബാങ്കും ഇപ്പോൾ ഫോണിൽ ഏകദേശം 20% ചാർജുമാണ്. എനിക്കറിയില്ല, ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടെല്ലാം ഉണ്ട്. പക്ഷേ വീഡിയോസ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഫോൺ എടുത്തിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വീഡിയോ എടുക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെയൊക്കെ ഫുള്ള് എന്തൊക്കെയോ ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട്. അതാണ് മൗണ്ടെയിൻ നമ്മൾ കയറാൻ പോകുന്നത്, അതാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നതാണ്, നല്ല രസമുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ബിപിൻ ചേട്ടൻ. അപ്പോൾ ഇനിയിപ്പോൾ കയറേണ്ട താമസം. പക്ഷെ കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇലക്ട്രിസിറ്റിയും ഇല്ല, റേഞ്ചും ഇല്ല, ഒന്നുമില്ല. ജീവനോടെ തിരിച്ചു വരും, അത് ഉറപ്പുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. വേറൊരു കാര്യം ഞാൻ പറയാം. 48 മണിക്കൂർ ട്രെയിനിൽ, 14 മണിക്കൂർ ബസ്സിൽ, അത് കഴിഞ്ഞിട്ട് കസോളിൽ കുറച്ച് ഇറങ്ങി ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നടന്ന് ഇതപ്പോൾ 10 കിലോമീറ്റർ ട്രക്ക് വിത്തൗട്ട് എനി ബ്രേക്സ്. എൻ്റെ ടോക്സിക് ട്രീറ്റാണ് ഗൈസ്. ഞാൻ തളർന്ന് വീഴുന്നവരെ ഇതുപോലത്തെ കാണിക്കും. പക്ഷേ കാണിക്കാതെ വേറെ വഴിയില്ല. എന്തായാലും കയറി. ഇടയ്ക്ക് വെച്ച് നിൽക്കാനും പറ്റില്ല, കാരണം ഇരുട്ടാവുന്നു തന്നെ നമ്മൾ ഗ്രഹം വില്ലേജ് കയറണം. എത്താറായി. ഇനി ആകെ 10-15 മിനിറ്റ് ഉണ്ടാവും മാക്സിമം. യെസ്. ഹായ് ഗായ്സ്, ഇതാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഗ്രഹൻ വില്ലേജ്. നമ്മളിവിടെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ സ്റ്റേ. ഇന്നത്തെ ഒരു ഹോം സ്റ്റേ ആണ്. നാളെ മുതൽ നെറ്റ്വർക്കും ചാർജിങ്ങും ഇലക്ട്രിസിറ്റിയും ഒന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഇവിടുത്തെ വൈഫൈയും ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മാക്സിമം വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെയുള്ള കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഗ്രഹൻ വില്ലേജ്. നമ്മുടെ സ്റ്റേ അവിടെയാണ്. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം വൈകി. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇവിടെ ഇനി അധികം നടക്കാനും കറങ്ങാനൊന്നും പോകുന്നില്ല. നമ്മുടെ സ്റ്റേൻ്റെ അടുത്ത് തന്നെ കുറച്ച് ദൂരം ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വൈബ് പിടിച്ച് നിൽക്കുക. ഇവിടെ മൊത്തം ഇങ്ങനത്തെ കുറേ വഴികളാണ്. ഞാൻ അധികം അങ്ങോട്ട് നടക്കുന്നില്ല, ചിലപ്പോൾ ലോസ്റ്റായി പോകും. അപ്പോൾ ഇന്നത്തെ ഡേ 1 ഓഫ് സർപ്പാസ് ട്രക്ക് ഞാൻ ഇടുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ എനിക്ക് സർപ്പാസ് ട്രക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഹിമാചലെത്തിയിട്ട് കസോളെത്തിയിട്ട് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ സ്ട്രെയിറ്റ് 10-ാം തീയതി ട്രെയിൻ കയറിയിട്ട് നേരെ ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് നേരെ ബസ് പിടിച്ച് നേരെ കസോളെത്തി. അപ്പം തന്നെ എൻ്റെ ട്രക്കിങ്ങിൻ്റെ ആൾക്കാർ ഫ്രഷപ്പ് ചെയ്യാനുള്ളൊരു ഏരിയ തന്ന് അവിടെ പോയി ഫ്രഷ് ചെയ്ത് അങ്ങനെ ഇറങ്ങി. അപ്പോൾ 10 കിലോമീറ്റർ ട്രക്ക് ചെയ്തതും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ നമുക്ക് ഒന്നാമത് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തലവേദന, ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ഈ ട്രക്കിങ് കൂടി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ട്രക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസമെങ്കിലും കസോളിൽ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഡേ 1 ഓഫ് സർപ്പാസ്.
എനിവേസ് കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ. ലവ് യു ഗൈസ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പറ്റിക്കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവിടെ നിന്നും വ്ളോഗ് ചെയ്യുന്നതായിരിക്കും.